സുവിശേഷവാനൊക്കെ കഴിഞ്ഞ് പള്ളിയിൽ വരുന്നവർ എന്തിനാ വരുന്നേ? വിശുദ്ധ കുർബാനയ്ക്കിടയ്ക്ക് നടക്കുന്ന വലിയ അത്ഭുതാവഹമായ കാര്യങ്ങൾ. കുർബാന പോരാണ്, ചില പ്രസംഗം കഴിഞ്ഞ് പള്ളിയിൽ കയറാം എന്നൊക്കെ പറയുമ്പോൾ ഇതിൽ നിന്ന് ബൈബിൾ ഭാഗം എടുത്ത് വായിക്കണം കേട്ടോ. സമയം, ടൈം എന്ന് പറയുന്ന ഒരു ബിബ്ലിക്കൽ ടൈം പറയുമ്പോൾ അതിന് വലിയ വിശാലമായ അർത്ഥമുണ്ട്. അൾത്താരയിലേക്ക് കയറി വൈദികൻ വിശുദ്ധ ഗ്രന്ഥവുമായി ഇറങ്ങി വരുമ്പോൾ വൈദികന്റെ മുഖം നിങ്ങൾക്ക് കാണാൻ പറ്റുന്നതാണ്. ദൈവം ഈ ഭൂമിയിൽ എല്ലാ സൃഷ്ടികൾക്കുള്ളിലും ഈ 3 കാര്യങ്ങൾ വെച്ചിട്ടുണ്ട്. പ്രിയപ്പെട്ടവരെ, ഈ നടക്കുന്ന കാര്യങ്ങളുടെ ഒരു രൂപം നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ടോ? അപ്പനായ ദൈവം നമ്മളോ ദൈവത്തെ മാറ്റിവെച്ചിട്ട് സ്വന്തം മക്കൾ തന്നെ തള്ളിപ്പറഞ്ഞ് തന്റേതല്ലാത്ത കാര്യങ്ങളിലൂടെ ഓടി നടക്കുമ്പോ ആ ദൈവത്തിന് എത്ര വേദനയുണ്ടാകും. വിശുദ്ധ കുർബാനയിൽ പ്രാർത്ഥനയുടെ തുടക്കത്തിൽ ഈശോ ഈ ഭൂമിയിലേക്ക് വന്നിട്ട് നമ്മളെ പറഞ്ഞു പഠിപ്പിച്ചത് എന്നെ അപ്പാ എന്ന് വിളിക്കൂ, ഞാൻ നിങ്ങളെ സ്നേഹിക്കുന്ന ദൈവമാണ് എന്ന് പറഞ്ഞിട്ട് അടുത്തതായിട്ട് നമ്മൾ കാണുന്നത് സങ്കീർത്തനത്തില് ദൈവത്തെ സ്തുതിക്കുന്നതാണ്. എന്നിട്ട് സ്വർഗം തുറക്കുന്ന ഒരു പ്രതീകമായിട്ട് നമ്മളത് കണ്ടിട്ട് ദൈവം തന്നെ നമ്മോട് പറയുകയാണ്, ജനങ്ങളുടെ ആഹ്വാനം കൊടുക്കുകയാണ്, നിങ്ങൾ സ്വരമുയർത്തി ദൈവത്തെ പരിശുദ്ധൻ 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 എന്ന് വിളിച്ച് പ്രാർത്ഥിക്കുക. കാരണം നിങ്ങൾ ഇവിടെ ആയിരിക്കുന്നത് മാലാഖമാരുടെ സാന്നിധ്യത്തിലാണ്. സ്വർഗം തുറക്കപ്പെടുമ്പോൾ അവിടെ ഉണ്ടാകുന്ന അടുത്ത ഘടകം കാണുന്നത് മാലാഖമാരോടൊപ്പം നമ്മളും ദൈവത്തെ സ്തുതിക്കണം. ഇല്ലെങ്കിൽ ഈ കല്ലുകൾ ദൈവത്തിന് സ്തുതിഗീതങ്ങൾ ആലപിക്കുമെന്ന് വിശുദ്ധ ഗ്രന്ഥത്തിൽ പറയുന്നത് നമ്മളെ ഓരോരുത്തരെയും നോക്കിയാണ്. അതിനുശേഷം ഈശോ ഈ ഭൂമിയിൽ ചെയ്യാൻ ആരംഭിച്ച കാര്യങ്ങളൊക്കെ അപ്പസ്തോലന്മാരോട് നമുക്ക് ഓർമ്മകൾ തന്നിട്ട് അൾത്താരയിലേക്ക് കയറി വൈദികൻ വിശുദ്ധ ഗ്രന്ഥവുമായിട്ട് ഇറങ്ങി വരുമ്പോ വൈദികന്റെ മുഖം നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടോ? ആ മുഖം മറച്ചിരിക്കുകയാണ്. വചനം, ആദിയിൽ ദൈവത്തോടു കൂടിയായിരുന്ന വചനം മാംസം ധരിച്ച് നമ്മുടെ ഇടയിൽ വസിച്ചു. അവന്റെ മഹത്വം നമ്മൾ ദർശിച്ചു. കൃപയും സത്യവുമായ അവിടുത്തെ ഏകജാതന്റേതായ മഹത്വം. അതാ പ്രിയപ്പെട്ടവരെ, ഈശോ ഈ ഭൂമിയിൽ മനുഷ്യരൂപത്തിൽ കടന്നു വന്നവൻ. അവൻ എല്ലാം ഉണ്ടാകട്ടെ, ദൈവം അരുളി ചെയ്തു, പ്രകാശമുണ്ടാകട്ടെ, ഓരോ കാര്യങ്ങൾ ഉണ്ടാകട്ടെ, എല്ലാ കാര്യങ്ങളും സൃഷ്ടിച്ചത് ദൈവത്തിന്റെ വാക്കുകൊണ്ടാണ്. അരുളി ചെയ്തു ഉണ്ടാകട്ടെ, ഓരോന്നും സൃഷ്ടിച്ച ദൈവത്തിന്റെ വചനമായ ആ വചനം മാംസരൂപം ധരിച്ച് മനുഷ്യരൂപത്തിൽ ഈ ഭൂമിയിൽ കടന്നു വന്ന പുത്രനായ ദൈവം. ദൈവത്തിൽ 3 ആളുകളുണ്ടെന്നൊക്കെ പറയുമ്പോൾ 3 പേരാണെന്നൊക്കെ മനസ്സിലാക്കുമ്പോൾ നമ്മൾ ചിന്തിക്കണം, ദൈവത്തിന്റെ ശബ്ദമായ വചനം മാംസം ധരിച്ച് നമ്മുടെ കൂടെ ഇറങ്ങി. ഒന്ന് ചിന്തിച്ചു നോക്കിക്കേ, ഇതെങ്ങനെ സാധിക്കും? ദൈവം ഈ ഭൂമിയിൽ എല്ലാ സൃഷ്ടികൾക്കുള്ളിലും ഈ 3 കാര്യങ്ങൾ വെച്ചിട്ടുണ്ട്, മനുഷ്യന് മനസ്സിലാക്കാവുന്ന രീതിയിൽ. എങ്ങനെയാ പ്രിയപ്പെട്ടവരെ? ഒന്ന് ചിന്തിച്ചേ, നമ്മളെല്ലാവരും ഉണ്ടായിരിക്കുന്നത് മനുഷ്യരൂപത്തിലാണ്. പുരുഷന്റെ ബീജവും സ്ത്രീയുടെ അണ്ടവും ദൈവത്തിന്റെ ചൈതന്യവും ചേർന്നാണ് ഉണ്ടായിരിക്കുന്നത്. ഇത് 3നെ സെപ്പറേറ്റ് ആയിട്ട് കാണിക്കാൻ പറ്റുമോ നമുക്ക് ആർക്കെങ്കിലും? നമ്മുടെ ഉള്ളിൽ ഇതുണ്ട്. ഇത് 3 ചേരുന്നതാണ് ഒരു മനുഷ്യനെങ്കിൽ പിതാവും പുത്രനും പരിശുദ്ധാത്മാവും. ആദിയിൽ ദൈവമുണ്ടായിരുന്നു, ദൈവത്തിന്റെ ചൈതന്യം വെള്ളത്തിന് മുകളിൽ വ്യാപരിച്ചിരുന്നു. ദൈവം അരുളി ചെയ്തു ഉണ്ടാകട്ടെ. ദൈവം, ദൈവത്തിന്റെ ചൈതന്യം, ദൈവത്തിന്റെ വാക്ക്, ഇത് 3 പക്ഷെ 3 ഒന്നാണ്. അതിൽ ദൈവത്തിന്റെ വചനം മാംസം ധരിച്ച് നമ്മുടെ കൂടെ ഇറങ്ങിയ മനുഷ്യപുത്രനായ ദൈവം വന്ന് വചനം നമുക്ക് മുമ്പിൽ വായിച്ചു പറഞ്ഞു. അതിനുശേഷം ആ ദൈവം ജനത്തിന് വചനം വ്യാഖ്യാനിച്ചു കൊടുത്തു. ഓടിക്കൂടിയ ജനത്തിന് മുമ്പിൽ ദൈവം ഇരുന്ന് പറഞ്ഞ വചനങ്ങൾ മനസ്സിലാക്കാത്തത് കൊണ്ട് വ്യാഖ്യാനിച്ചു കൊടുക്കുന്നതാണ് പ്രസംഗം. അപ്പൊ നമ്മൾ പറയും കുർബാന പോരാണ്, ചില പ്രസംഗം കഴിഞ്ഞ് പള്ളിയിൽ കയറാം എന്നൊക്കെ പറയുമ്പോ പിന്നെ അത് കഴിഞ്ഞു വരുന്നത് എന്നതാ. ഈശോ എല്ലാം വചനം പറഞ്ഞ് കഴിഞ്ഞ് പൂർത്തീകരിച്ചപ്പോ ഇനി ഈശോ തന്റെ സമയത്തിലേക്ക് ഈശോ കയറിയ വചനത്തിനകത്ത് ഈശോ ഒത്തിരി എന്റെ സമയമായിട്ടില്ല, സമയം, ടൈം
എന്ന് പറയുന്ന ഒരു ബിബ്ലിക്കൽ ടൈം പറയുമ്പോൾ അതിന് വലിയ വിശാലമായ അർത്ഥമുണ്ട്. അത് നമ്മൾ ക്ലോക്കിൽ നോക്കി മനസ്സിലാക്കുന്ന നമ്മുടെ മാനുഷികമായ ചിന്തകളിൽ മനസ്സിലാക്കാവുന്ന രീതിയിലുള്ള ടൈം അല്ല. ഇറ്റ്സ് തിയോളജിക്കൽ ടൈം. ദൈവത്തിന്റെ സമയമാണത്. ആ സമയം എന്ന് പറയുന്നത് നമുക്ക് എളുപ്പത്തിൽ മനസ്സിലാക്കാൻ പറ്റുന്ന കാര്യമല്ല. അതുകൊണ്ടാണ് ഈശോ മാതാവിനോട് പറയുന്നത്, എന്റെ സമയം ഇനിയുമായിട്ടില്ല. അവസാനം കുരിശിൽ കിടക്കുന്ന തമ്പുരാൻ വിളിച്ചു പറഞ്ഞു, എല്ലാം പൂർത്തിയായിരിക്കുന്നു, സമയം പൂർത്തിയായി. അവൻ ഇവിടുന്ന് ബൈബിൾ വായിച്ചിട്ട് അച്ഛൻ അൽത്താരയിലേക്ക് കയറുന്ന എന്തിനാ? തന്റെ പീഡാസഹനങ്ങളുടെ ഒരുക്കത്തിന് വേണ്ടി അവൻ കയറുകയാണ്. സുവിശേഷവാനെയൊക്കെ കഴിഞ്ഞ് പള്ളി വരുന്നവർ എന്തിനാ വരുന്നേ? തമ്പുരാനെ കൊല്ലാൻ വരുന്നവരാണ് എന്നെ. അതുകൊണ്ട് കുർബാനയ്ക്ക് തുടക്കത്തിലേ വരണം, നേരത്തെ വരണം, എന്നിട്ട് ഇരുന്ന് ഒരുങ്ങണം, പ്രാർത്ഥിച്ചൊരുങ്ങണം. എന്നിട്ട് അൽത്താരയിലേക്ക് അച്ഛൻ കയറുന്നു. എങ്ങനെയാ? അച്ഛൻ സൈഡിൽ പോയി അച്ഛൻ കാസയും പീലാസയും ഒരുക്കുന്നു. ഈശോ ഗെത്സമൻ തോട്ടത്തിൽ പോയി ഇരുന്ന് പ്രാർത്ഥിച്ചു ഒരുങ്ങുന്നു. അതിനുശേഷം അവന്റെ ബലിയാത്ര തുടരുകയാണ്. കാസയും ഫിലാസയുമായി അച്ഛൻ അൽത്താരയുടെ നടുവിലേക്ക് വന്ന് സമർപ്പിക്കുന്നു. കുരിശാകൃതിയിലാണ് കൈയിരിക്കുന്നത്. കുരിശിൽ സമർപ്പിച്ചു, മരിച്ച് അടക്കപ്പെടുന്നു. പ്രിയപ്പെട്ടവരെ, ഈ നടക്കുന്ന കാര്യങ്ങളുടെ ഒരു രൂപം നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ടോ? അടയാളങ്ങളിലൂടെ ദൈവം നമ്മുടെ ഇടയിൽ ഇടപെടുമ്പോ അതിനുശേഷം സമാധാനം നിങ്ങളോടുകൂടി എന്നൊക്കെ പറഞ്ഞ് ആശീർവാദം ഈശോ പറയുന്നുണ്ട്. നിങ്ങളുടെ സ്ഥലത്ത് ചെല്ലുമ്പോൾ സമാധാനം ആശംസിക്കുക. സമാധാനം ആശംസിക്കുമ്പോൾ അതവർ സ്വീകരിച്ചാൽ ആ സമാധാനം അവരുടെ ഇടയിൽ വസിക്കും. ഇല്ലെങ്കിൽ അത് ആശംസിച്ച നിങ്ങളിലേക്ക് തന്നെ തിരിച്ചു പോരും. വിശുദ്ധ കുർബാനയ്ക്കിടയ്ക്ക് നടക്കുന്ന വലിയ അത്ഭുതാവഹമായ കാര്യങ്ങൾ നമ്മൾ കേവലം കണ്ടുകൊണ്ട് ഇപ്പോൾ ഒരു ആനിമേഷൻ രൂപത്തിൽ നമ്മൾ കണ്ടെങ്കിൽ അതിനേക്കാൾ എത്രയോ മഹത്തായ കാര്യങ്ങളാണ് പ്രിയപ്പെട്ടവരെ സംഭവിക്കുന്നത്. ഇത് ഞാൻ എൻ്റെ കണ്ണുകൊണ്ട് കണ്ടനുഭവിക്കുന്ന ഒരു സമയത്തെ ഒന്ന് ഓർത്ത് നോക്കിക്കേ. വിശുദ്ധ കുർബാന നമ്മൾ പ്രാർത്ഥിക്കുന്നുണ്ട്. ക്രോവേന്മാരും സാപ്പന്മാരും മുഖ്യദൂതന്മാരും ഭയഭക്തികളോടെ മിശിഹായുടെ ശരീരം വിഭജിക്കുന്ന വൈദികനെ സൂക്ഷിച്ചു വീക്ഷിക്കുന്നു. നീതിയുടെ വാതിൽ ഞങ്ങൾക്കായി തുറക്കണമേ. അനുതാപികളെ തന്റെ അടുക്കിലേക്ക് വിളിക്കുകയും അവർക്കായി വാതിൽ തുറന്നിടുകയും ചെയ്യുന്ന കാരുണ്യവാനായ കർത്താവേ, ഞങ്ങളും അങ്ങയുടെ സന്നിധിയിൽ പ്രവേശിച്ച് രാപകൽ മാലാഖമാരെ പോലെ, തൊട്ടു മുമ്പ് കേട്ട മാലാഖമാരെ പോലെ ഞങ്ങളും സ്തുതി പാടട്ടെ. അതിനെന്നാ ചെയ്യണം? അതാണ് യോഹന്നാന്റെ സുവിശേഷം 6-ാം അധ്യായം നമുക്ക് പറഞ്ഞു തരുന്നത്. ബൈബിൾ ഭാഗം എടുത്ത് വായിക്കണം കേട്ടോ. യോഹന്നാന്റെ സുവിശേഷം 6-ാം